നമസ്കാരം. ലേൺ വിത്ത് ആദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഗ്യാൻ മാർഗുമായിട്ടാണ്. ഇതൊരു ഏകാംഗിയാണ്. അറിവ് അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം. മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന അറിവുകൾ അറിവല്ല, മറിച്ച് അറിവില്ലായ്മയാണ്. ഈ ഒരു സന്ദേശം നമുക്ക് നൽകുന്ന ഒരു ഏകാംഗിയാണ് അസ്ഗർ വസാഹത്തിന്റെ ഗ്യാൻ മാർഗ്. ആദ്യമായി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. डॉक्टर असगर वजाहत का जन्म 5 जुलाई 1946 को उत्तर प्रदेश के फतेहपुर में हुआ. डॉक्टर असगर वजाहत 1946 ജൂലൈ 5 ഉത്തർപ്രദേശിലെ ഫത്തേപൂരിലാണ് ജനിച്ചത്. उन्होंने अलीगढ़ मुस्लिम विश्वविद्यालय से PhD तक की पढ़ाई की. उन्होंने അദ്ദേഹം അലിഗഡ് മുസ്ലിം വിശ്വവിദ്യാലയ से അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്നും PhD तक की पढ़ाई की. PhD നേടിയിട്ടുണ്ട്. उनके लेखन में 3 कहानी संग्रह, 4 उपन्यास, 6 नाटक और कई अन्य रचनाएं शामिल हैं. उनके लेखन में അദ്ദേഹത്തിന്റെ രചനകളിൽ 3 കഹാനി സംഗ്രഹ് 3 കഥാസമാഹാരങ്ങളും 4 ഉപന്യാസ് 4 നോവലുകളും 6 നാടക് 6 നാടകങ്ങളും और कई अन्य रचनाएं शामिल है മറ്റനേകം തരത്തിലുള്ള രചനകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഉൻകെ നാടകോं का देश भर में मंचन हुआ है. ഉൻകെ നാടകോं का അദ്ദേഹത്തിന്റെ നാടകങ്ങൾ देश भर में രാജ്യം മുഴുവനും मंचन हुआ है അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. उसके अलावा पटकथा के क्षेत्र में भी वे मशहूर है. उसके अलावा അതുകൂടാതെ പട്കഥ के क्षेत्र में भी തിരക്കഥാ രചനയിലും വേ മഷ്ഹൂർ है അദ്ദേഹം പ്രസിദ്ധനാണ്. ആദിബാനി दिल्ली पहुंचना है, कैसी आग लगाई, अक्की, सबसे सस्ता गोश्त आदि उनकी प्रमुख रचनाएं हैं. आधिबानी, दिल्ली पहुंचना है, कैसी आग लगाई, अक्की, सबसे सस्ता गोश्त മുതലായവയാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകൾ. സമ്പ്രതി വേ ജാമിയ മില്ലിയ ഇസ്ലാമിയ കെ അധ്യാപക് ഹെ. സമ്പ്രതി ഇപ്പോൾ അദ്ദേഹം ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ അധ്യാപകനാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഗ്യാൻ മാർഗ് എന്നാണ്. ഗ്യാൻ എന്ന് വെച്ചാൽ അറിവ് എന്നാണ് അർത്ഥം. മാർഗിന്റെ അർത്ഥം വഴി എന്നാണ്. അപ്പൊ ഗ്യാൻ മാർഗ് എന്ന് പറഞ്ഞാൽ അറിവിന്റെ വഴി അല്ലെങ്കിൽ അറിവിലേക്കുള്ള വഴി എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് അസ്ഗർ വസാഹത്താണ്. ഗ്യാൻ മാർഗ് ഒരു ഏകാംഗിയാണ്, അതായത് ഒരു ഏകാംഗ നാടകമാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. तीन राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीन राजकुमार 3 രാജകുമാരന്മാർ ഗുരുകുലത്തിൽ നിന്നും अपनी पढ़ाई पूरी करने के बाद പഠനം പൂർത്തിയാക്കിയതിനു ശേഷം घर लौट रहे हैं വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. तीनों घने जंगल से गुजर रहे हैं. तीनों 3 പേരും घने जंगल से കൊടുങ്കാട്ടിലൂടെയാണ് गुजर रहे हैं കടന്നു പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയുന്നു, हम तीनों इस बात पर गर्व कर सकते हैं कि हम ज्ञान प्राप्त कर लिया है. ഗർവ് കർണ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുക എന്നാണ്. ഗ്യാൻ പ്രാപ്ത് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് നേടുക എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ 3 പേരും അറിവ് നേടിയിരിക്കുന്നു, ഇക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയുന്നു, संसार में कितने कम लोगों को ये सौभाग्य प्राप्त होता है. संसार में ലോകത്തിൽ കിത്തനെ കം ലോകോങ്കോ എത്രയോ കുറച്ച് ആളുകൾക്കാണ് ഈ സൗഭാഗ്യം പ്രാപ്ത് ഹോത്താ ഹെ ലഭിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നു, പർ ഹം സബ്കാ ഗ്യാൻ ബരാബർ നഹി ഹെ. പർ എന്നാൽ ഹം സബ്കാ നമ്മൾ എല്ലാവരുടെയും ഗ്യാൻ അറിവ് ബരാബർ നഹി ഹെ തുല്യമല്ല. അപ്പോൾ രാജ്കുമാർ ഏക് ക്യാ മത്ലബ് ഹെ തുമാര, നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ നീ എന്താണ് ഉദ്ദേശിച്ചത്? രാജ്കുമാർ 3 പറയുന്നു, മേരാ ഗ്യാൻ തും ദോനോ കെ ഗ്യാൻ സെ അധിക് ഹെ. മേരാ ഗ്യാൻ എന്റെ അറിവ് തും ദോനോ കെ ഗ്യാൻ സെ നിങ്ങൾ രണ്ടുപേരുടെ അറിവിനേക്കാൾ അധിക് ഹെ അധികമാണ്. അപ്പോൾ രാജ്കുമാർ ഏക് പറയുന്നു, കൈസി മൂർഖത വാലി ബാതേം കർ രഹേ ഹോ, മേ തും ദോനോ സെ ബഡാ ഹൂം, മേരെ ഹി പാസ് ജ്യാദാ ഗ്യാൻ ഹെ. കൈസി മൂർഖത വാലി ബാതേം കർ രഹേ ഹോ, എന്തൊരു വിഡ്ഢിത്തമാണ് പറയുന്നത്. മേ തും ദോനോ സെ ബഡാ ഹൂ, മേ ഞാൻ, തും ദോനോ സെ നിങ്ങളെക്കാൾ, ബഡാ ഹൂ വലിയവനാണ്, മേരെ ഹി പാസ് എന്റെ അടുത്താണ്, ജ്യാദാ ഗ്യാൻ ഹെ കൂടുതൽ അറിവുള്ളത്.
രാജ്കുമാർ 2 പറയുന്നു, मैं तो गुरुकुल आने से पहले भी पढ़ता था, मेरे ज्ञान तुम दोनों से ज्यादा है. मैं तो ഞാൻ ഗുരുകുൽ ആനെ സെ പെഹലെ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പഠിത്താത്ത പഠിച്ചിരുന്നു. മേരാ ഗ്യാൻ എൻ്റെ അറിവ് തും ദോനോ സെ നിങ്ങളെക്കാൾ ജ്യാദാ ഹെ കൂടുതലാണ്. രാജ്കുമാരേക്ക് വിട്ടുകൊടുത്തില്ല. मेरे पिता बहुत बड़े ज्ञानी हैं, उनका पुत्र होने के नाते मैं तुम दोनों से ज्यादा विद्वान हूँ. मेरे पिता എൻ്റെ പിതാവ് ബഹുത് ബഡേ ജ്ഞാനി ഹെ വലിയ പണ്ഡിതനാണ്. ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ അദ്ദേഹത്തിന്റെ പുത്രനായത് കാരണം മേ ഞാൻ തും ദോനോ സെ നിങ്ങളെക്കാൾ ജ്യാദാ വിദ്വാൻ ഹോ കൂടുതൽ അറിവുള്ളവനാണ്. രണ്ടാമത്തെ രാജകുമാരന് വിട്ടുകൊടുത്തില്ല. പിതാ സെ ക്യാ ഹോത്താ ഹെ, മേരി തോ മാതാജി ദേശ് കി മാനി ഹുയി വിദുഷി ഹെ, मैं उनके पेट में 9 महीने रहा हूँ, तुम दोनों मेरी मुकाबला नहीं कर सकते. അപ്പോൾ രാജ്കുമാർ 2 പറഞ്ഞത് എന്താണ്? പിതാസെ ക്യാ ഹോത്താ ഹെ, അച്ഛൻ അറിവുണ്ടായിട്ട് എന്താണ് കാര്യം? മേരി തോ മാതാജി എൻ്റെ അമ്മ ദേശ് കി രാജ്യത്തിലെ മാനി ഹുയി വിദുഷി ഹെ അറിയപ്പെടുന്ന പണ്ഡിതയാണ്. മേ ഉൻകെ പേട്ട് മേ ഞാൻ അവരുടെ വയറ്റിൽ 9 മഹീനെ രഹാ ഹു 9 മാസം കിടന്നിട്ടുണ്ട്. തും ദോനോ നിങ്ങൾ രണ്ടുപേർക്കും മേരാ മുക്കാബില നഹീ കർ സക്തെ എന്നോട് മത്സരിക്കാൻ സാധിക്കില്ല. മുക്കാബില കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കുക അല്ലെങ്കിൽ നേരിടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ രാജ്കുമാർ 3 പറയുന്നു, മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹെ, തും ദോനോ മേരെ ആകെ മൂർഖ് ഹോ. മേരെ ഘർ കെ എൻ്റെ വീട്ടിലെ സേവക് തക് വേലക്കാർ വരെ മഹാപണ്ഡിത് ഹെ മഹാപണ്ഡിതരാണ്. തും ദോനോ നിങ്ങൾ രണ്ടുപേരും മേരെയാകെ എൻ്റെ മുന്നിൽ മൂർഖ് ഹോ വിഡ്ഢികളാണ്. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ ഒരു വഴി പറയുന്നു. യഹി ബാത് ഹേ തോ ചലോ പരീക്ഷ ഹോ ജായ്, യഹി ബാത് ഹേ തോ കാര്യം ഇതാണെങ്കിൽ ചലോ ഒരു പരീക്ഷ ഹോ ജായ് പരീക്ഷിക്കാം. രാജ്കുമാർ 3 പറയുന്നു, യഹി ബാത് ഹേ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ, യഹി ബാത് ഹേ തോ അങ്ങനെയാണെങ്കിൽ തും നീ അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ നിന്റെ അറിവ് പ്രകടിപ്പിക്കൂ. അപ്പോൾ രാജ്കുമാർ 2 ज्ञान का परिचय ज्ञानी को दिया जाता है, मूर्खों को नहीं. ज्ञान का परिचय ज्ञानी को दिया जाता है, പണ്ഡിതന്മാരെയാണ് പാണ്ഡിത്യം പരിചയപ്പെടുത്തേണ്ടത്. മൂർഖോ കോ നഹി അല്ലാതെ വിഡ്ഢികളെയല്ല. അപ്പോൾ രാജ്കുമാർ 3 പറഞ്ഞത് എന്താണ്? തും മേരാ അപമാൻ കർ രഹേ ഹോ, നീ എന്നെ അപമാനിക്കുകയാണ്. അപ്പോൾ രാജ്കുമാർ 1 അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ നഹി തോ ഹം തുംകോ ദണ്ഡ് ദേംഗെ. അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ നീ നിന്റെ അറിവ് പ്രകടിപ്പിക്കൂ. നഹി തോ അല്ല എങ്കിൽ ഹം തുംകോ ദണ്ഡ് ദേംഗെ ഞാൻ നിന്നെ ശിക്ഷിക്കും. രാജ്കുമാർ 2 ഇധർ ഉധർ ദേഖ്താ ഹെ, രണ്ടാമത്തെ രാജകുമാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഉസേ കിസി ജാൻവർ കി ഹഡ്ഡിയാം പടി ദിക്കായി ദേത്തി ഹെ, ഏതോ മൃഗത്തിന്റെ അസ്ഥികൂടം അവന്റെ ദൃഷ്ടിയിൽപ്പെടുന്നു. എന്നിട്ട് രണ്ടാമത്തെ രാജകുമാരൻ പറയുന്നു, ഏ ഹഡ്ഡിയാൻ ദേഖ് രഹി ഹോ, ഈ എല്ലിൻ കഷ്ണങ്ങൾ കാണുന്നില്ലേ? രാജ്കുമാർ 1 हाँ अरे. राजकुमार 2 मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियां शेर की है. मैं अपने ज्ञान से बता सकता हूँ എനിക്ക് എൻ്റെ അറിവ് കൊണ്ട് പറയാൻ സാധിക്കും कि ये हड्डियां ഈ എല്ലിൻ കഷ്ണങ്ങൾ ഷേർ की है ഒരു സിംഹത്തിൻ്റെതാണ്. അപ്പോൾ രാജ്കുമാർ 3 बस ये तो मामूली बात है, मैं तो अपने ज्ञान से इस हड्डियों पर मांस उनमें रक्त और उनके ऊपर खाल मढ़ सकता हूँ. लो मैं मंत्र पढ़ता हूँ. ബസ് യഹ് തോ മാമൂലി ബാത് ഹെ, ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. മേ തോ അപ്നി ജ്ഞാൻ സെ എനിക്കെന്റെ കഴിവ് കൊണ്ട് ഇൻ ഹഡ്ഡിയോം പർ മാംസ് ഈ എല്ലിൻ കഷ്ണങ്ങളിൽ മാംസവും ഉന്മേ രക്ത് അതിൽ രക്തവും और उसके ऊपर खाल मढ़ सकता हूँ അതിന് മുകളിൽ തൊലിയും ഉണ്ടാക്കാൻ സാധിക്കും. ലോ മേ മന്ത്ര പഠിത്താ ഹോ, ദാ ഞാൻ മന്ത്രം ചൊല്ലാൻ പോകുന്നു. രാജ്കുമാർ 3 मंत्र पढ़ता है और शेर की हड्डियों पर मांस उनमें रक्त और उसके ऊपर खाल आ जाती है. രാജ്കുമാർ 3 मंत्र पढ़ता है, മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു. और शेर की हड्डियों पर സിംഹത്തിന്റെ എല്ലിൻ കഷ്ണങ്ങൾക്ക് മീതെ മാംസ് മാംസവും ഉന്മേം രക്ത് അതിൽ രക്തവും ഉസ്കി ഊപ്പർ ഖാൽ ആ ജാതി ഹെ അതിന് മുകളിൽ തൊലിയും വരുന്നു. എന്നിട്ട് ഒന്നാമത്തെ രാജകുമാരൻ പറയുന്നു, അരേ ഹാ യേ തോ ഹോ ഗയ, അങ്ങനെ അത് ശരിയായി. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നു, മൂർഖോ വിഡ്ഢികളെ, അബ് തോ തും സംജോ ഇപ്പോൾ മനസ്സിലാക്കിക്കൊള്ളൂ, മേ തും സബ്സെ ബഡാ വിദ്വാൻ ഹോ ഞാൻ നിങ്ങളെക്കാൾ വലിയ പണ്ഡിതനാണ്. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ മൂന്നാമത്തെ രാജകുമാരനോട് ചോദിക്കുന്നു,
लेकिन क्या तुम इसमें प्राण भी डाल सकते हो? നിനക്കിതിന് ജീവൻ നൽകാൻ സാധിക്കുമോ? അപ്പോൾ രാജ്കുമാർ 3 മറുപടി പറയുന്നു, നെഹി, ഇല്ല. पर ये तो तुम भी नहीं कर सकती. ഇത് നിനക്കും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ രാജ്കുമാർ 1 മറുപടി പറയുന്നു, मैं इसमें प्राण भी डाल सकता हूँ. എനിക്കിതിന് ജീവൻ നൽകാനും സാധിക്കും. രാജ്കുമാർ 2, पर ऐसा मत करना. പക്ഷെ അങ്ങനെ ചെയ്യരുത്. രാജ്കുമാർ 1, क्यों? എന്തുകൊണ്ട്? രാജ്കുമാർ 2 പറയുന്നു, उसके बाद शेर हमें खा जाएगा. അതിനുശേഷം ഷേർ, സിംഹം, ഹമേ ഖാ ജായേഗ, നമ്മളെ ഭക്ഷിക്കും. അപ്പോൾ രാജ്കുമാർ 1 പറയുന്നു, पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूँ. സിദ്ധ് കർണ എന്ന് പറഞ്ഞാൽ തെളിയിക്കുക എന്നാണ്. രാജ്കുമാർ 1 പറയുന്നത് എന്താണ്? ഞാനാണ് നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളവൻ എന്ന് എനിക്ക് തെളിയിക്കണം. അപ്പോൾ രാജ്കുമാർ 3, നെഹി നെഹി, ഷേർ ഹമേ ഖാ ജായേഗ. വേണ്ട വേണ്ട, സിംഹം നമ്മളെ തിന്നും. രാജ്കുമാർ 1 मंत्र पढ़ता है. ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു. और शेर जीवित हो जाता है. സിംഹത്തിന് ജീവൻ ലഭിക്കുന്നു. शेर दहाड़ कर उनकी तरफ बढ़ता है. സിംഹം ദഹാഡ് കർ, അലറിക്കൊണ്ട്, ഉൻകി തരഫ്, അവർക്ക് നേരെ, बढ़ता है, വരുന്നു. വേ ബച്നെ കി കോശിഷ് കർത്തെ ഹെ, അവർ രക്ഷപ്പെടാൻ കോശിഷ് കർത്തെ ഹെ, പരിശ്രമിക്കുന്നു. അപ്പോൾ സിംഹം അലറിക്കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ രാജ്കുമാർ 2 പറഞ്ഞു, അബ് ഹം ബച്ച് നഹി സക്തെ. ഇനി നമ്മൾ രക്ഷപ്പെടില്ല. അപ്പോൾ രാജ്കുമാർ 3, ഷേർ ഹമേ ഖാ ഹി ജായേഗ. സിംഹം നമ്മളെ തിന്നുക തന്നെ ചെയ്യും. അപ്പോൾ രാജ്കുമാർ 2, അരേ വോ ദേഖോ കോൻ ആ രഹാ ഹെ. അങ്ങോട്ട് നോക്കൂ, ആരാണ് വരുന്നത്? അപ്പോൾ രാജ്കുമാർ 3 അതിന് മറുപടി പറയുന്നു, അരേ വോ തോ ഗുരുജി ഹെ. ഇത് നമ്മളുടെ ഗുരുജിയാണല്ലോ. ഗുരുജി പാസ് ആ ജാത്തെ ഹെ. ഗുരുജി അടുത്തേക്ക് വരുന്നു. അപ്പോൾ രാജ്കുമാർ 2 ഗുരുജിയോട് പറയുന്നു, ഗുരുജി ഹം ലോഗ് സങ്കട് മേ പഡ് ഗയേ ഹെ. ഗുരുജി, ഞങ്ങൾ സങ്കടത്തിൽ പെട്ടിരിക്കുന്നു. അപ്പോൾ ഗുരു പറയുന്നു, മേ ജാൻതാ ഹു, എനിക്കറിയാം. രാജ്കുമാർ 1 പറയാണ്, ഗുരുജി ഹമാരി ജാൻ ബച്ചായിയെ. ഗുരുജി, ഞങ്ങളുടെ ജാൻ, ജീവൻ, ബച്ചായിയെ, രക്ഷിച്ചാലും. അപ്പോൾ ഗുരുജി അവർ 3 പേരോടും കൂടി പറയുന്നു, മുझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो, इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. മുझे മാലൂം ഥാ, എനിക്കറിയാമായിരുന്നു, कि तुम लोगों के अंदर, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ, അഭി, ഇപ്പോഴും, അഹങ്കാർ ബഹുത് ഹെ, അഹങ്കാരമുണ്ടെന്നും, തും അപ്നെ ജ്ഞാൻ കാ നുക്സാൻ ഭി കർ സക്തെ ഹോ, നിങ്ങൾ നിങ്ങളുടെ അറിവ് നഷ്ടപ്പെടുത്തുമെന്ന്. നുക്സാൻ എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. ഇസ്ലിയെ മേ, അതുകൊണ്ട് ഞാൻ, തും ലോഗോ കെ പീച്ചെ പീച്ചെ, നിങ്ങളുടെ പിന്നാലെ, ആരഹാത്ത, വരികയായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുജി മുझे ബഡി ഗലത്തി ഹോ ഗയി. ഗുരുജി, എനിക്ക് വലിയൊരു തെറ്റ് പറ്റി. ഗലത്തി എന്ന് പറഞ്ഞാൽ തെറ്റ്. ഷേർ ഹം സബ്കോ ഖാ ജായേഗ. സിംഹം നമ്മളെ എല്ലാവരെയും തിന്നും. അപ്പോൾ ഗുരുജി പറഞ്ഞു, അബ് മേ അപ്നെ ജ്ഞാൻ സേ ഇസ് ഷേർ കോ ബക്കരി ബനാ ദൂഗ. അബ്, ഇപ്പോൾ, മേ അപ്നെ ജ്ഞാൻ സേ, ഞാൻ എൻ്റെ അറിവ് കൊണ്ട്, ഇസ് ഷേർ കോ, ഈ സിംഹത്തിനെ, ബക്കരി ബനാ ദൂങ്ക, ഒരു ആടാക്കി മാറ്റാൻ പോകുന്നു. ഗുരുജി മന്ത്ര പഠിത്താ ഹെ. ഗുരുജി മന്ത്രം ചൊല്ലുന്നു. शेर बकरी बन जाता है और ममियाने लगता है. शेर, സിംഹം, ബക്കരി ബൻ ജാത്താ ഹെ, ആടായി മാറി, മമിയാനെ ലഗ്താ ഹെ, കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ഗുരുജി തൻ്റെ ശിഷ്യന്മാരോടായി പറഞ്ഞു, ശിഷ്യോ ധ്യാൻ രഹേ, ശിഷ്യന്മാരെ ഓർമ്മയിരിക്കട്ടെ. വോ ജ്ഞാൻ, ഏതറിവ് കൊണ്ടാണോ, ജിസ്സെ അപ്നായ ദൂസറോ കോ, അവനവനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ, നുക്സാൻ ഹോ, നഷ്ടം സംഭവിക്കുന്നത്, ജ്ഞാൻ നഹി, അത് അറിവല്ല, ബൽക്കി, മറിച്ച്, അജ്ഞാൻ ഹെ, അറിവില്ലായ്മയാണ്. ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയേ ഹി ഹോത്താ ഹെ. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഭലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ. ഏകാംഗിയുടെ അവസാനം സഭി അഭിനേത, എല്ലാ അഭിനേതാക്കളും ഏക് സാത്ത് കൈ ബാർ കഹത്തെ ഹെ, ഒരുമിച്ച് ഒരുപാട് തവണ പറയുന്നു, ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയേ ഹോത്താ ഹെ. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് കുട്ടികൾ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ വരാം.